സ്മൃതിതരംഗം. ആകാശവാണിയുടെ ശബ്ദശേഖരത്തെ ആസ്പദമാക്കിയുള്ള പരിപാടി. തോപ്പിൽ ഭാസി. ഏറ്റവും കൂടുതൽ തവണ അരങ്ങത്ത് അവതരിപ്പിക്കപ്പെട്ട നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലൂടെ പ്രശസ്തനായി തീർന്ന രാഷ്ട്രീയ നേതാവ് കൂടിയായ കലാകാരൻ, തിരക്കഥാകൃത്ത്, നാടക സിനിമാ സംവിധായകൻ, നടൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അപൂർവ പ്രതിഭ. ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്ത് 1924 ഏപ്രിൽ 8 തോപ്പിൽ ഭാസി ജനിച്ചത്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് വൈദ്യകലാനിധി പാസായി. കോൺഗ്രസ് പാർട്ടിയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ചു. 10 വർഷത്തോളം ഒളിവിൽ പ്രവർത്തിച്ചു. മുന്നേറ്റമാണ് ആദ്യ നാടകം. 1945 ഇത് അരങ്ങേറി. നാടകരചനയ്ക്കും സംവിധാനത്തിനും നിരവധി പുരസ്കാരങ്ങൾ തോപ്പിൽ ഭാസിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മിക്ക നാടകങ്ങൾക്കും ചലച്ചിത്ര ആവിഷ്കാരമുണ്ടായി. തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ. 1992 ഡിസംബർ 5 തോപ്പിൽ ഭാസി നിര്യാതനായി. 1986 തോപ്പിൽ ഭാസിയുമായി എം രാജീവ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. ഈ നാടകം എഴുതണമെന്ന് ആദ്യമായിട്ട് തോന്നലുണ്ടായത് എപ്പോഴാണെന്ന് ഒന്ന് വിശദമാക്കാമോ? നാടക രംഗത്തേക്ക് ഞാൻ വരാനുണ്ടായ കാരണം ചെറുപ്പം മുതലേ എൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ നാടകങ്ങളും ഒക്കെ ആയിട്ടുള്ള പരിചയം. അതിനുശേഷം ആയുർവേദ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കിഷ്ടമുള്ള തുടങ്ങിയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പ്രമുഖ നാടകകാരന്മാരുമായിട്ടുള്ള പരിചയം. ആയുർവേദ കോളേജിൽ നിന്ന് ഞാൻ പുറത്തു പോയത് ഒളിവിലേക്കാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അല്പം രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഏതാണ്ട് ഇടതുപക്ഷത്തായി ഉള്ളതായിരുന്നു. എൻ്റെ ഒളിവ് ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ എനിക്ക് എഴുതുക എന്നുള്ള കലാധർമ്മത്തോടൊരു ആഭിമുഖ്യം വന്നത്. എൻ്റെ ഒളിവ് ജീവിതത്തിൽ ഏറ്റവും എന്നെ വികാരം കൊള്ളിച്ച ഒരു സംഭവം, ഞാൻ ആദ്യമായിട്ട് ഒരു ചെറുകഥയുടെ ആ ചെറുകഥയുടെ പേര് വെളിച്ചത്തിലേക്ക് എന്നായിരുന്നു. അത് അന്ന് ഒരു കള്ളപ്പേരിൽ, ഞാൻ വാണ്ടഡ് പുള്ളിയായിരുന്നു സർക്കാരിൻ്റെ, സോമൻ എന്നൊരു കള്ളപ്പേര് വെച്ച് അത് വിശ്വകേരളത്തിലെ ഒരു ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചിട്ടുള്ള എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. സത്യത്തിൽ ആ ചെറുകഥ എഴുതുന്ന കാലത്ത് എന്നിലുള്ള കലയോടുള്ള ആഭിമുഖ്യം നാടകത്തോടായിരുന്നു. അങ്ങനെ വെച്ച് ഞാൻ ആദ്യമായിട്ടൊരു ഏകാംഗ നാടകം എഴുതി, മുന്നേറ്റം. ആ നാടകം അന്ന് പരക്കെ ചില കലാസമിതികളെടുത്ത് അവതരിപ്പിച്ചു. ആ നാടകം വളരെയധികം ആളുകളെ ആകർഷിച്ചു. അതാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എഴുതാൻ ഒരു പ്രേരണ നൽകിയത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം എഴുതി കഴിഞ്ഞിട്ട് സോമൻ എന്നുള്ള പേരിൽ തന്നെ അത് പുസ്തകമാക്കി. അത് പുസ്തകമാക്കുന്നതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളായിരുന്നു. അതങ്ങ് വലിയ പ്രശസ്തമായ പുസ്തകമായി പോകുമെന്നൊന്നും അറിയാൻ വയ്യ. ഈ ശൂരനാട് കേസിലെ എൻ്റെ കൂടെയുള്ള കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവരുടെ കേസ് നടത്താൻ നിവൃത്തിയില്ലാതിരിക്കുന്ന അവസരത്തിൽ അതിന് ഫണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം അച്ചടിക്കുകയായിരുന്നു. ഈ KPSC രൂപപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടടുത്ത് നിന്നിട്ടുള്ള കുറേ യുവാക്കൾ, രാജഗോപാലൻ നായർ, ജനാർദ്ദനക്കുറുപ്പ്, കാമ്പിശ്ശേരി കരുണാകരൻ, ശ്രീനാരായണ പിള്ള, ഇങ്ങനെ കുറേ ആളുകൾ കൂടി ഉണ്ടാക്കിയ ഒരു കലാസമിതിയാണ്. അത് ഇത്രത്തോളം പ്രശസ്തമായി തീരുമെന്നും ഒരു പ്രൊഫഷണൽ രൂപ അതിന് വരുമെന്നൊന്നും അന്ന് അവർ ധരിച്ചിരുന്നില്ല. അവരോരോരുത്തരും മറ്റു മണ്ഡലങ്ങളിലെല്ലാം അന്ന് പ്രശസ്തരായിരുന്നു. രാജഗോപാലൻ നായരും കാമ്പിശ്ശേരിയാണെന്നൊരിക്കൽ MLA-മാരായിരുന്നു. ജനാർദ്ദനക്കുറുപ്പ് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ അവർ രൂപ കൊടുത്ത് ഒരു നാടകം ഇറക്കി. അതധികം വിജയിച്ചില്ല. ആ കാലഘട്ടത്തിലാണ് അവർക്ക് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഒന്ന് പരിശോധിച്ചാൽ കൊള്ളാം. അപ്പോൾ ഇവരിത് പുറത്തിറക്കുമ്പോൾ ഞാൻ അടൂർ ലോക്കപ്പിലായിരുന്നു, ശൂരനാട്ട് കേസിലെ പ്രതിയായി. എനിക്കന്ന് പത്രങ്ങൾ വായിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന കാലത്താണ്. വളരെ വൈകി നാടകം പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെ നാടകം പുറത്തു വന്നു എന്നുള്ളത് അറിയുന്നത്.
അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചിലത് എഴുതിയിട്ടുണ്ട്. അവിടുത്തെ സബ് ഇൻസ്പെക്ടർ നാടകം കണ്ട കഥയൊക്കെ ഒളിവിലെ ഓർമ്മകളിൽ രസകരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എഴുതുന്ന കാലഘട്ടത്തിലും ആദ്യത്തെ ചെറുകഥ എഴുതുമ്പോഴും എല്ലാം എൻ്റെ എഴുത്തിനോടുള്ള ആഭിമുഖ്യം ഒരു എങ്ങനെങ്കിലും ഒരു സാഹിത്യകാരനെന്ന് അറിയപ്പെടാനല്ലായിരുന്നു, നേരെ മറിച്ച് എനിക്ക് പറയാനുള്ളത് ശക്തിയായിട്ട് പറയാൻ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ അശ്വമേധത്തിന്റെ രചനയ്ക്കിടയാക്കിയ സാഹചര്യം എന്താണ്? നൂറിനാട് ലെപ്രസി സാനിറ്റോറിയവുമായിട്ടുള്ള അടുത്ത പരിചയമാണ്. എൻ്റെ ഒരു സ്നേഹിതൻ പി കാർത്തികൻ, അദ്ദേഹം മരിച്ചുപോയി. ഇളങ്കോ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കുഷ്ഠരോഗികളായിട്ട് ആ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിരന്തരം പോയി കണ്ട് പല രോഗികളുമായിട്ടൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഈ കുഷ്ഠരോഗികളോടുള്ള സമൂഹത്തിൻ്റെ അവഗണന എനിക്ക് ശരിക്കും ബോധ്യമായി. ആ അവഗണനക്കെതിരെ ശക്തിയായി ആഞ്ഞടിക്കണമെന്ന് ഉള്ള മുൻവിധിയോടുകൂടിയാണ് ഞാൻ ആ നാടകം എഴുതിയത്. പറയാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എഴുതുകയില്ല. ഞാൻ മൊത്തം ഒരു 15-16 നാടകം ഏറ്റവും ഒടുവിലത്തത് ഉൾപ്പെടെ എഴുതിയിട്ടുള്ളൂ. ഞാൻ എങ്ങനെ നാടകം എഴുതുന്നു എന്നുള്ളതിനെ പറ്റി കൂടി പറയാം. ഞാൻ ആദ്യം എനിക്ക് പറയാനുള്ള ആ പ്രമേയത്തിന് ഞാനൊരു രൂപം കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ 3-4 മാസക്കാലം എടുക്കും. ആ പറയാനുള്ളത് എങ്ങനെ പറയണം, എങ്ങനെ പറഞ്ഞറിയിപ്പിക്കുക, അങ്ങനെ പ്രമേയമാണ് ഞാൻ ആദ്യം ഉണ്ടാകുന്നത്. ആ പ്രമേയം ഉണ്ടാകുന്നതോടൊപ്പം വളരെ കുറച്ച് പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങൾക്ക് രൂപം ഉണ്ടാവും. അത് എൻ്റെ നിത്യജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളുടെ രൂപവും ഭാവവും ഒക്കെ വെച്ച് ചിലപ്പോൾ പലരെ കൂട്ടിക്കലർത്തി ഒക്കെ ആ ക്യാരക്ടേഴ്സിനെ ഉണ്ടാകും. പിന്നീട് ഞാൻ കഥയ്ക്ക് വേണ്ടിയിട്ട് ആലോചിക്കുകയുള്ളൂ. പിന്നെ മൗലികമായിട്ട് എന്തെങ്കിലും മലയാള നാടകവേദിക്ക് സംഭാവന ചെയ്തതായി അങ്ങക്ക് തോന്നിയിട്ടുണ്ടോ? അതിന് എനിക്ക് വളരെയധികം ശക്തമായി തോന്നുന്നുണ്ട്. ഞാനും ഈ 35 വർഷക്കാലത്തിനിടയിൽ വളരെയധികം നാടകവേദിക്കും അവരുടെ മാറ്റത്തിനും സമൂഹത്തിൻ്റെ മാറ്റത്തിനും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ നാടകവേദിയിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു അനുഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമോ അങ്ങക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് കേട്ടാൽ. എനിക്ക് ഒരുപാട് സംഭവങ്ങൾ അത്തരത്തിൽ. ബോംബെയിലെ കലാകാരന്മാർ പൃഥ്വിരാജ്, ബൽറാജ് സഹാനി, കെ എ അബ്ബാസ്, രാജ് കപൂർ തുടങ്ങിയിട്ടുള്ളവർ KPACക്ക് എനിക്കും തന്നിട്ടുള്ള ആ സ്ഥാനം, ഞങ്ങളോട് അവർക്കുണ്ടായിരുന്ന സ്നേഹം, ഞങ്ങൾക്ക് അവർ തന്നിട്ടുള്ള പ്രോത്സാഹനം, ഇതൊക്കെയാണ് എനിക്ക് അത്ഭുതകരമായി തോന്നിയത്. കേരളത്തിൽ ഒരു മലയാള നാടകം അവതരിപ്പിച്ച് കുറേ ആളുകൾ കൈയടിക്കുകയും കുറേ ആളുകൾ നല്ലതെന്ന് പറയുകയും നല്ലതെന്ന് എഴുതുകയൊക്കെ ചെയ്യുന്നതിനേക്കാളും എത്രയോ മഹത്തരമാണിത്, വിശേഷിച്ച് ബൽറാജ് സഹാനി. അപ്പോൾ ബൽറാജ് സഹാനിയൊക്കെ ഇന്ത്യൻ നാടകത്തിൽ തന്നെ KPACയുടെ നാടകാവതരണ രീതിയും എൻ്റെ നാടക എഴുത്തിൻ്റെ രീതിയും സംവിധാനം ചെയ്യുന്ന രീതിയും വളരെയധികം പ്രകീർത്തിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഇത് ജനങ്ങളെ സംബന്ധിക്കുന്ന പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുക മാത്രമല്ല, ഞങ്ങളുടെ അവതരണ രീതി തന്നെ ജനകീയമാണ്. ആയിരത്തി 1986 തോപ്പിൽ ഭാസിയുമായി M. രാജീവ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഇന്നത്തെ സ്മൃതി തരംഗം സമാപിക്കുന്നു.